ഡൽഹിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഡൽഹിയിലെ കേരള ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. വാർത്താസമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്? ദിലീപ് കുമാർ, മുഖ്യമന്ത്രിയായ ശേഷമുള്ള വി.ഡി. സതീശന്റെ ആദ്യ വാർത്താ സമ്മേളനമാണ് ഡൽഹിയിൽ നടന്നത്. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ന് രാവിലെ 11:15 ഔദ്യോഗിക വസതിയിൽ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമനെ ധനമന്ത്രാലയത്തിൽ സന്ദർശിച്ചിരുന്നു. പ്രധാനമായും ഈ കൂടിക്കാഴ്ചകളിൽ കേരളത്തിലെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായതായി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിന് അനുകൂലമായ ഒരു പ്രതികരണമാണ് രണ്ടുപേരിൽ നിന്നും ഉണ്ടായത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് പല സാമ്പത്തിക വിഷയങ്ങളും, അതിൽ കടമെടുപ്പ് പരിധി അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 3.5 ആണ് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി. അതുമായി ബന്ധപ്പെട്ട ദേശീയപാത വികസനത്തിനായി ചെലവഴിച്ച തുക അതിൽ നിന്നും ഒഴിവാക്കി തരണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് സംസ്ഥാനം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള ഒരു ധവളപത്രം പുറത്തിറക്കുന്നുണ്ട്. അടുത്ത മാസം ആദ്യവാരം ആ ധവളപത്രം പുറത്തിറക്കും. ഇതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് കേന്ദ്രത്തെ ധരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പദ്ധതികൾക്ക് പ്രത്യേകമായ സഹായം ആവശ്യപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള നിയമകാര്യങ്ങൾ അത് പരിശോധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ അത് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ആ വിഷയത്തിൽ എന്ത് കൈക്കൊള്ളണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ സിൽവർ ലൈൻ പദ്ധതി, ആ പദ്ധതി ഉപേക്ഷിച്ചു കഴിഞ്ഞ പദ്ധതിയാണ്. പദ്ധതി വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലം ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം അത് റദ്ദാക്കിയത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ ഉപേക്ഷിച്ചതാണ് ആ പദ്ധതി എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. കിഫ്ബിയുടെ തൽസ്ഥിതി അത് എന്താണ് എന്ന് പരിശോധിച്ചു വരികയാണ്. അതിന്റെ തൽസ്ഥിതി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ തീരുമാനമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരത്തെ താൻ വ്യക്തമാക്കിയ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നും പുതിയ നിയമത്തിൽ ചട്ടങ്ങൾക്ക് എതിരാണ് നിലവിലെ നടപടികൾ എന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. വഖഫ് ചെയർമാന്റേത് ഒരു രാഷ്ട്രീയ നിയമനമാണ്. ഈ വിഷയത്തിൽ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന് കുട പിടിക്കുന്ന സമീപനമായിരുന്നു സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത് എന്നും അദ്ദേഹം വിശദീകരിച്ചു. എന്തായാലും ഈ വിഷയത്തിലും 10 മിനിറ്റ് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് താൻ മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ അത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു 8ന്റെ പണിയാണ് പുതിയ നീക്കത്തിലൂടെ നടത്തിയിരിക്കുന്നത് എന്നും ഈ പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിലും കൃത്യമായ ഇടപെടലുണ്ടാകും. പാവപ്പെട്ട മനുഷ്യരെ ഇറക്കിവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ല എന്ന ഉറപ്പും മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നു. കൂടാതെ ഗൺമാൻമാരെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ കേസ് അന്വേഷിച്ചതിന്റെ യഥാർത്ഥ റിപ്പോർട്ട് അട്ടിമറിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു വീഡിയോ, അതായത് ഗൺമാൻമാർ മർദ്ദിക്കുന്ന ഒരു വീഡിയോ ഇല്ല എന്നായിരുന്നു നേരത്തെ സർക്കാർ സ്വീകരിച്ച സമീപനം. എന്നാൽ അത്തരം വീഡിയോകൾ പുറത്തു വന്നു. അതോടുകൂടിയാണ് ഈ നടപടിയിലേക്ക് കടന്നത് എന്നും കോടതിയുടെ മുൻ ഉത്തരവ് നടപ്പാക്കുക മാത്രമാണ് ഉണ്ടായത് എന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.